എവർഗ്രീൻ റൗണ്ട് ആണ്. അതില് ടോപ്പ് സിംഗർ വേദിയിൽ ആദ്യമായിട്ട് പാടാനായിട്ട് ഒരു കോഴിക്കോട്ടുകാരി കുട്ടി വരാൻ പോവാണ്. നരിക്കുനി എന്നാണ് വരുന്നത്. സിദ്ധലക്ഷ്മിയാണ്. വിളിക്കാം നമുക്ക്. സിദ്ധലക്ഷ്മി. ലെറ്റ്സ് വെൽക്കം സിദ്ധക്കുട്ടി ഓൺ സ്റ്റേജ്. സിദ്ധുവേ. ഹായ് സിദ്ധുക്കുട്ടി. ഈ സിദ്ധു എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? എങ്ങനെ ഈ സിദ്ധു എന്നുള്ള പേര് കിട്ടി? അത് അച്ഛനും അമ്മയിട്ട്. അതിനൊരു ഭയങ്കര അർത്ഥമുണ്ട്. എന്തെന്നറിയോ? സിദ്ധിയുള്ള ആൾ സിദ്ധു. സിദ്ധി എന്ന് പറഞ്ഞാൽ അതാണ് ബ്ലെസ്സിങ്. എന്തിന്റെ ബ്ലെസ്സിങ് ആണ്? മ്യൂസിക്കിന്റെ ബ്ലെസ്സിങ് ആണ് അല്ലേ? സിദ്ധുക്കുട്ടിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഹോബി ഉണ്ടോ? പാട്ട് പാടുന്ന അല്ലാതെ കേട്ടല്ലോ. ക്രാഫ്റ്റ് ഉണ്ട്. കണ്ട ക്രാഫ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ആളെയാ നമ്മളിപ്പോ കാണുന്നേ. പാട്ടും ക്രാഫ്റ്റ് ആണ്. എന്ത് ക്രാഫ്റ്റാ ചെയ്യണേ? അത് പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കും. ഒറിഗാമി, മറ്റേ ജാപ്പനീസ് പേപ്പർ കൊണ്ട്. അങ്ങനൊന്നല്ല, വേറെ വേറെ നമുക്ക് കാണാൻ പറ്റുമോ? എന്തെങ്കിലും കൊണ്ടുവരുമോ? ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് ഉണ്ട്. എവിടെ? വെരി നൈസ്, വെരി നൈസ്. എല്ലാവരും കണ്ടോ? ഇതാണ് സിദ്ധുക്കുട്ടിയുടെ ക്രാഫ്റ്റ്. സിദ്ധുക്കുട്ടീനെ പോലെ തന്നെ ഇരിക്കുന്നു, ക്യൂട്ടായിരിക്കുന്നു. അമ്മയച്ഛൻ എന്ത് പറയുന്നു? വളരെ സന്തോഷം. 2-3 വർഷമായി ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. അപ്പൊ വളരെ 3 വർഷമായിട്ടോ? അതെ അതെ, പ്രിപ്പറേഷൻ. അഭിമാനിക്കാം തീർച്ചയായിട്ടും. മക്കളെ, ഏതാണ് പാട്ട്? ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും. അപ്പൊ ഈ പെങ്കിളിയാണോ ഊയലാടാൻ പോകുന്നത്? എല്ലാവർക്കും അറിയാമോ? മധു എന്താ ക്യാപ്റ്റൻ? എത്ര സ്നേഹിച്ചാണ്, കഷ്ടപ്പെട്ടാണ്, ബുദ്ധിമുട്ടിയാണ് എന്റെ ഈ മകളെ ഞാൻ വളർത്തിയെന്ന് വല്ല പിടിയുണ്ടോ? ഇല്ല. എത്ര കാലങ്ങളായിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്ത് മോളെ കഴിക്കൂ 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 എന്ന് പറഞ്ഞ് വളർത്തിയെടുത്താണ് ഈ മീൻകുട്ടിയെ. കഴിക്കില്ലേ അപ്പൊ ഭക്ഷണം? ഇത് വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയിലേക്ക് കണ്ടോളൂ. അതാ മാമൻ. ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോ? അപ്പൊ എനിക്ക് മീനുട്ടി എന്ന് പറയുന്നത് ഒരു ബാലഗോപാലിയാണ്. ബാലഗോപാലിക. അങ്ങനെ തന്നെ ഗോപാലിക. അപ്പൊ ബാലഗോപാലിന്റെ പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ? ഓക്കെ, റെഡി, സ്റ്റഡി, ഗോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലം
പേടിക്കാതെ ഗുഡ് ഗേൾ ആയിട്ട് വരണം അടുത്ത കൂട്ടട്ടെ. അപ്പോ it is 97 point. ടാലന്റിന് ഒരു ഇത്തിപ്പോരം നമ്മുടെ തിരുവനന്തപുരത്തെ ടാലന്റിന് മാർക്ക് വേണ്ടേ? ഒതുങ്ങിയ പ്രകൃതാണ്. വീട്ടില് സാർ ഇങ്ങനെ എന്താ പറയാ വലിയ വികൃതിയൊന്നും ഇല്ലാത്തൊരു ടൈപ്പാണ്. ആണല്ലേ? ഒതുങ്ങിയ പ്രകൃതാണ്. എന്തോ അതെ അതെ ഒതുങ്ങിയ പ്രകൃതാണ്. പതുങ്ങിയ പ്രകൃതി. മാർക്ക് വേണ്ടേ? തരട്ടെ? 100 ആണോ മാർക്ക്? അറിയില്ല. 100 -3 എത്രയാണ്? 97. യെസ്, 97 ഉണ്ട്. അതിനൂടെ ഈ ടാലന്റിന് ഒരു ഇത്തിപ്പോരം, നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ പറയും ഇത്തിപ്പോരന്ന്, ഒരു ഇച്ചരെ കൂടെ കൂട്ടട്ടെ. അപ്പോ it is 97.25 out of 100. Thank you. ഗംഭീരം. ഹാപ്പി അല്ലേ? ഇനി ഇങ്ങനെ പേടിക്കരുത് കേട്ടോ. ഇല്ല. ഇനി പേടിക്കാതെ ഗുഡ് ഗേൾ ആയിട്ട് വരണം അടുത്ത പ്രാവശ്യം തൊട്ടല്ലേ? അതെ അതെ അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. Thank you. ഓടിക്കോ. ടാറ്റാ.